My name is Kim Namjoon. I'm worldwide handsome. I'm Sugar. J-Hope. I'm Jimin. I'm good boy. I'm JK. ഹായ് എഡ്രി. ഇന്നലെ കേട്ട് പരിചയമുള്ള സൗണ്ട്. ഓഷ, എന്നെയോ? ഹായ്. ആൽബി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ഫ്രീ ആണോ? തനിക്ക് വേണ്ടിയല്ലാതെ പിന്നെ ഞാൻ വേറെ ആർക്ക് വേണ്ടി ഫ്രീ ആവാനാടോ? ഇങ്ങ് നോക്കായതും എനിക്കറിയാം നീ കുറെ കാലമായി എൻ്റെ പിന്നാലെ നടക്കുന്നത് എന്നുള്ള കാര്യം. എന്നിട്ടാണോ ഇത്രയും കാലമായിട്ട് എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാഞ്ഞേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നല്ലേ പറയാറ്. പിന്നെ അതുമല്ല എബിൻ, എനിക്കറിയണമായിരുന്നു താൻ എൻ്റെ പിന്നാലെ നടക്കുന്നത് ഫ്ലേർട്ട് ചെയ്യുന്നൊക്കെ സീരിയസ് ആയിട്ടാണോ അതോ തമാശക്കാണോ എന്ന്. എന്നിട്ടിപ്പോ തനിക്ക് എന്ത് മനസ്സിലായി? ഞാൻ സീരിയസ് ആണെന്നോ അതോ അല്ലെന്നോ? അത് പിന്നെ എനിക്കറിയില്ല എഡ്രി. ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ താൻ എൻ്റെ അടുത്ത് എങ്ങനെയാണോ അതുപോലെ വേറൊരാളടുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിന്നെങ്കിലും മനസ്സിലാക്കി കൂടെടോ എനിക്ക് തന്നെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. അത് മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ ഇപ്പം ഞാൻ തൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതും. അത് ശരിയാ. അല്ലെങ്കിൽ എൻ്റെ ഒരു നേരിട്ടം കാണാൻ വേണ്ടി കാത്തിരിക്കുവല്ലേ അവിടെ നിന്ന് ഓടി ഒഴിക്കാൻ. അത് പിന്നെ ആൽബി, ഞാൻ താനിങ്ങനെ മുഖം താഴ്ത്തി നിൽക്കണ്ടോ? അതൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തായിരുന്നു. അത് പിന്നെ എബിൻ, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്തായാലും പറഞ്ഞു. ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. താൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചല്ലോ. അത് പിന്നെ ആദം, എന്തായാലും പറഞ്ഞു. പക്ഷെ എന്നെ സങ്കടപ്പെടുത്തില്ലടോ. എൻ്റെ പൊന്നെഡ്രി, ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഓക്കെ. ഇനി ഞാനൊന്നും പറയില്ല. ഇനി താൻ പറഞ്ഞു. അത് പിന്നെ ആൽബി, ഞാൻ എങ്ങനെ തുടങ്ങുക? എൻ്റെ പെണ്ണിന് എന്നോട് എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എന്തിനീ മുഖവരൊക്കെ താൻ പറയാന്നേ. എബിൻ, അത് പിന്നെ
ഷോ എല്ലാം കഴിഞ്ഞതൊരു സ്വപ്നം പോലെ തോന്നുന്നു. എന്ത് ക്യൂട്ടാ എൻ്റെ കൊച്ച്. ഷോ ഓ എന്ത് ചെയ്യുമായിരിക്കും ഇപ്പോൾ. ഒന്ന് വിളിച്ച് നോക്കിയാലോ? വേണ്ട, ഇനി വിളിച്ച് നോക്കിയിട്ട് ആ വായിരിക്കണ കേക്ക് എന്നെ കൊണ്ട് വയ്യ. നീ 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 പാര ഫോട്ടോ അവിടെ നോക്കിയിരുന്നേ? എന്തോന്ന് നീ പാര ഫോട്ടോ നോക്കിയിരുന്നേന്ന്? ഞാൻ ആരുടെയും ഫോട്ടോ നോക്കിയിരുന്നോട്ടെ, അതിന് നിനക്കെന്താ? എന്റെ പെണ്ണിന്റെ ഫോട്ടോ ഇത്ര നേരം നോക്കിയിരുന്നതും പോരാ, എന്നിട്ട് ഇപ്പൊ എനിക്ക് എന്താന്നോ? ഓ പിന്നെ എനിക്ക് നിന്റെ പെണ്ണിന്റെ ഫോട്ടോ നോക്കിയിരിക്കലല്ലേ പണി? എനിക്കിട്ടുള്ള ഒരു ക്യൂട്ട് ബേബി, പിന്നെ എനിക്ക് അവളെ നോക്കിയാൽ പോരെ? പിന്നെ ഞാൻ തരാടെ നിന്റെ പെണ്ണിന്റെ ഫോട്ടോ നോക്കിയിരിക്കണം ഉണ്ടോ? പിന്നെ താൻ ഇത്ര നേരം നോക്കിയിരുന്ന ആളോടോ? ഞാൻ വരുമ്പോ കണ്ടല്ലോ താൻ എന്റെ പെണ്ണിന്റെ ഫോട്ടോ നോക്കിയിരിക്കുന്നത്. എടാ നിനക്കെന്താടാ വയ്യേ? ഞാൻ പറഞ്ഞു നിന്നോട് അത് നിന്റെ പെണ്ണല്ല എന്റെ ബേബിയാന്ന്. പിന്നെ നീ എന്തിനാ ഈ കിടന്ന് കളിച്ചോണ്ടിരിക്കണേ? എടോ എന്റെ ഓശ ഇങ്ങനെയോട് തന്റെ ബേബി ആവുന്നേ? ഓശ അതാരി? അപ്പൊ ഇത്ര നേരം പിന്നെ നിങ്ങൾ നോക്കിയിരുന്നത് ആരെ? എടാ മമ്മ മരങ്ങോടാ, ഞാൻ നിന്നോട് പറഞ്ഞ് അത് നിന്റെ ഓശും കോശം ഒന്നല്ലാന്ന് കേട്ടാ. അത് ഒലിവിയ എന്റെ പെണ്ണ് കേട്ടല്ല. എന്നാ ഫോട്ടോ കാണിച്ചേ? ഓ പിന്നെ ഇപ്പൊ കാണിച്ചു തരാം എനിക്ക്. ഞാനെന്തിനാണ് എന്റെ പെണ്ണിന്റെ ഫോട്ടോ നിനക്ക് കാണിച്ചു തരണം? നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, അത് എന്റെ പെണ്ണാണ്. ഓഷനാ അതാര്? എടാ ഞാൻ നിന്നോട് പറഞ്ഞ് അതെന്റെ പെണ്ണാണെന്ന്. നീ കൂടുതൽ പറയാതെ പൊക്കെ പോ. ഓഹോ അപ്പൊ നിങ്ങക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫോട്ടോ കാണിച്ചാ? എന്താ ഫോട്ടോ കാണിക്കടോ? അന്ന് ഞാൻ വിശ്വസിക്കാം. ഓ പിന്നെ നിന്നെ വിശ്വസിപ്പിച്ചാലല്ലേ എനിക്ക് തിന്നാൻ കിട്ടുള്ളൂ. ഒന്ന് പോടെ ഇറക്കാടുന്നു. എടാ നിങ്ങൾ എന്ത് മനുഷ്യനാടോ? ഇത്ര നേരം എന്റെ പെണ്ണിന് ഫോട്ടോ നോക്കിയിരുന്നിട്ട് ഇപ്പൊ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഇങ്ങനത്തെ സ്വഭാവം? എന്നാ നിങ്ങളൊരു പണി ചെയ്യേ, ഞാനും കാണിക്കാം നിങ്ങളും കാണിക്കേ. എന്നാ അറിയാലോ ആണോ അല്ലേന്ന്. നിനക്ക് എന്തിന്റെ കേടാണ്ടാ? ഞാൻ പറഞ്ഞതിന്റെ പെണ്ണാണെന്ന്. ഓ ഇവനെ കൊണ്ട് അന്ന് നീ കാണിക്ക്, ഞാനും കാണിക്കാം പോരെ? ആ മതി. ദേ ഇതാണ് എന്റെ പെണ്ണ്, നോക്ക്. ഒലി മതിയുടെ നോക്കിയിരുന്നേ, ഇനി നിങ്ങൾ കാണിച്ചേ. ഇവിടെ താനില്ലോട് പറഞ്ഞ എന്റെ പെണ്ണിനെ നോക്കിയിരിക്കുന്നത്, പിന്നെ ഇത് ആരോടോ? എടാ നാറി, നീ എന്റെ പെണ്ണിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടിട്ട് അത് നിന്റെ പെണ്ണാന്ന് പറഞ്ഞോടെ തെണ്ടി. ഈ ചെങ്ങാനി ഞാൻ ഇന്ന് കൊല്ലും. നിങ്ങൾ കൊളുപ്പുണ്ടോ സ്വന്തം അനിയന്റെ പെണ്ണിനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ? എന്നടാ പന്നി എനിക്ക് ചോദിക്കാറ്, സ്വന്തം ഏട്ടന്റെ പെണ്ണിനെ തന്നെ വേണമല്ലടാ നിനക്ക്? ഈ ചെങ്ങാനി ഇന്ന് ഞാൻ കൊല്ലും. അതെ എന്റെ ഓശാണ്, അല്ലാതെ നിങ്ങളെ കൊല്ലിയൊന്നല്ല. ഓ ഇനി ഒരിക്കൽ കൂടെ എന്റെ പെണ്ണിന് നിന്റെ പെണ്ണെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലട തേണ്ടി. ഓ ഇങ്ങനെ ഞാൻ ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താണ് ഇവിടെ? അത് തന്നെ മനുഷ്യ ഇപ്പഴൊന്ന് വന്ന് കിടക്കുന്നേ, എന്നിട്ട് ഒരു സൗകര്യം എന്ന് പറഞ്ഞ സാധനം തരില്ല. ഓ ഇത് നേരത്തും ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഒരുമ്പെട്ടൊരു വീട്. അതിന് നീ എന്തിനാണ് വീടിനെ പറഞ്ഞേ? നിനക്ക് ഇവന്മാരെ പറഞ്ഞാ പോരെ? തുടങ്ങ്. ഇത്ര നേരം ഇവന്മാരായിരുന്നു, ഇനി ഇങ്ങോട്ട് തുടങ്ങ് എന്നിട്ട്. ഓ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓ ഇല്ലടാ ഞാൻ നിന്നിട്ട് ഒന്നിനും വരുന്നില്ല, നീ അവിടെ മിണ്ടായിരിക്കും കുറച്ചു നേരം. എടാ നിങ്ങൾ എന്തിനാടാ ഈ കിടന്ന് തലുണ്ടാക്കുന്നേ? അത് പിന്നെ എന്റെ പെണ്ണിനെ കാണിച്ചിട്ട് ഇങ്ങനെ പെണ്ണെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് മിണ്ടായിരിക്കണ? എന്തെന്ന് നിന്നോട് ഞാൻ പറഞ്ഞ് എന്റെ പെണ്ണിനെ നിന്റെ പെണ്ണോന്ന് ഇനി മേലാക്ക് പറഞ്ഞു വരുത്. വെയിറ്റ് അല്ല ഇന്റെ പെണ്ണ് അന്റെ പെണ്ണ് അല്ല, നിങ്ങൾക്ക് എപ്പോഴാ ലൈൻ സെറ്റ്? ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അതാണോടോ ഇവിടുത്തെ വിഷയം? അതിന് ഈ എന്തിനാണ് ഇവനോട് ചൂടാവണേ? എടാ ആൽവി, എനിക്ക് ലൈൻ സെറ്റ് ആയിട്ട് 5 മാസം കഴിഞ്ഞടാ. ഓ കൊള്ളാലാ, എനിക്കും 5 മാസമായി ലൈൻ സെറ്റ് ആയിട്ട്. എനിക്കും. ഓ അപ്പൊ നമുക്കൊക്കെ പെണ്ണായല്ലേ? ഓ ഒന്ന് നിർത്തട പുല്ലേ. ഇങ്ങനോട് മതിയായിരിക്കും പറഞ്ഞു ഇനി മേലാക്ക് എന്റെ പെണ്ണിന്റെ ഫോട്ടോ നോക്കിയിരിക്കരുതെന്ന്. ഈ നാളിന് ഇന്ന് ഞാൻ കൊല്ലും. എടാ മാറിയാ എന്റെ പെണ്ണുണ്ടാ? ഓ ഒന്ന് നിർത്ത്. എന്താ ഇപ്പൊ രണ്ടും പറഞ്ഞേ? രണ്ടും നോക്കുന്ന ഒരുത്തിനാണെന്നാണോ? അയ്യടാ ഒന്ന് പോയടാടുന്ന്. ഈ എന്റെ ഓശ അത്ര കാര്യമൊന്നുമല്ല, ഒന്ന് പോക്കേ. ഓഷൻ എടന്നായി നിന്റെ ഓശും വാശും ഒന്നല്ല, എന്റെ പെണ്ണാണ് ഒലിവിയ. ഓ രണ്ടാ ഫോട്ടോകളൊന്ന് കാണിച്ചേ, ഞങ്ങൾ പറഞ്ഞുതരാം അത് ഒലിയാണോ വലിയാണോ ഓശാണോ വാശാണോ എന്നൊക്കെ. അല്ല പിന്നെ ഇതേട്ടാ അത് വേണ്ട, എന്റെ പെണ്ണിനെ കുറിച്ച് പറയണ ആ ശ്രദ്ധുണ്ടല്ലോ അതവിടെ നിർത്തിക്കാള്, മൂക്കാമട അടിച്ച് പൊട്ടിക്കും ഞാൻ. ഓ രണ്ടാ ഫോട്ടോ കാണിക്കാവോ ആദ്യം, എന്നിട്ട് വലിയ ഡയലോഗ് പറ. അല്ല പിന്നെ രണ്ടും കൂടെ ഒന്നിനും സെറ്റാക്കി വന്നേക്കുവാണ്. എന്നാ കാണ്, എന്നിട്ട് പറഞ്ഞു കൊടുക്ക് എന്റെ ഓശാണത് എന്ന്. എവിടെ നോക്കട്ടെ? ഞാനും നോക്കട്ടെ. ഇതാരും നീയൊക്കെ പറഞ്ഞേ? ഇത് നിന്റെ പറയുന്നില്ല, ഇതെന്റെ ഓച്ചലാടാ. എന്തോന്ന് ഓച്ചല? പിന്നല്ലാണ്ട് നീയൊക്കെ പറഞ്ഞ മാതിരി നിന്റെ ഓശും വാശും പിന്നെ ഇവന്റെ കൊലിയൊക്കെയാണെന്ന് വിചാരിച്ചു. ഇത് അയ്യേട്ടാ ഇതെന്റെ ഓച്ചലാണ്. ഞങ്ങൾ കഴിഞ്ഞ 5 മാസമായിട്ട് ഞങ്ങളെ ഇഷ്ടത്തിലാണ്. എടർക്ക അത് വേണ്ട, കഴിഞ്ഞ 5 മാസമായിട്ട് നീ ഇവളേറ്റ് ഇഷ്ടത്തിലാണെന്നല്ലേ, നിന്റെ ഓച്ചനാണെന്നല്ലേ? എന്റെ വായിരിക്കണം നീ കേൾക്കരുത്. രണ്ടും നിർത്തിക്കോ, ഇതോടെ നിർത്തിക്കോ, അല്ലെ രണ്ടിനും മുട്ടുകാരി ഞാൻ തല്ലി പിടിക്കും കേട്ടല്ലോ. എന്റെ പെണ്ണിനെ കുറിച്ച് ഇങ്ങനത്തെ വേണ്ടതരം പറഞ്ഞുണ്ടല്ലോ.
എടാ ഞനക്കുന്നുണ്ടാ, അത് നിങ്ങളുടെ ആരുമല്ല, അതെന്റെ ഒപ്സയാ. ഒപ്സ ഒപ്സ ഓഷൻ, ഓജൽ, ഒലിവിയ. അരെ വാ. ഇല്ല, ഞാൻ വിശ്വസിക്കൂല. നിങ്ങളൊക്കെ നുണ പറയുന്നതാണ്. എൻ്റെ പെണ്ണ് അത്രക്കാരിയല്ല. നിങ്ങളൊക്കെ വേണമെങ്കിൽ അവളുടെ പിന്നാലെ നടക്കുന്നുണ്ടാവും, പക്ഷെ അവൾ അങ്ങനെയല്ല. ഒന്ന് പോട ചെറുക്കാടുന്ന്. എൻ്റെ പെണ്ണ് നിങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇനി വല്ലതും എൻ്റെ പെണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ നിൻ്റെയൊക്കെ നട്ടലി ഒന്ന് അല്ലുപിടിക്കും പന്നികളെ. എടാ ഇറക്കുമാരെ മദ്യാരിക്കും നിർത്തിക്കോ. കുറെ നേരം എൻ്റെ പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതൊന്നും കേട്ടിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ പെണ്ണിനെ ഒരുപാട് വിശ്വാസമാണ്. അവളെ ഞാൻ അവിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അല്ല പിന്നെ നിങ്ങൾ 2 ഫോട്ടോ ഇട്ട് വന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ അത് വിശ്വസിക്കണം? എടാ ഇറക്ക മിണ്ടായിരുന്നു അവിടെ. എൻ്റെ പെണ്ണാണ്, അല്ല നിങ്ങളുടെ ആരും പെണ്ണല്ല. അല്ലാന്ന് അല്ല, നിങ്ങളൊക്കെ എന്ത് കാര്യത്തിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ കാണിക്ക്, എന്നാൽ വിശ്വസിക്കുള്ളൂ. അല്ലാതെ കിടന്ന് ചലിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രൂഫ്? എന്ത് പ്രൂഫ്? എന്ത് ഈ ലവ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിത് കോൺട്രാക്ട് മാരേജ് മാതിരി ഇങ്ങനെ സൈനൊക്കെ മേടിച്ചിടും? അല്ല പിന്നെ അതല്ല, ഈ ഫോട്ടോ കണ്ടാൽ മതിയാ ഞാൻ ഓളും കൂടെ ഉള്ള? അതാണ് ഞാൻ കാണിച്ചു തരാം. ആ മതി, അതായാലും മതി. എന്നാ കാണിക്ക്, ഞാനൊന്ന് കാണട്ടെ. ഞാനും കാണിച്ചു തരാം എൻ്റെ ഫോട്ടോ. ആ അതെ, എല്ലാണ്ടും കാണിക്ക്. എടാ നിന്റെ സത്യം പറയടാ, നിങ്ങളൊക്കെ എനിക്ക് പ്രാങ്ക് തരുന്നതല്ലേ? ഞാൻ ഇത്രയും കാലം എൻ്റെ റിലേഷൻ പറിച്ചു വെച്ചേരേ. കാര്യം പറയടാ, ഒന്ന് നിർത്തടാ പുല്ലേ. എൻ്റെ ഓച്ചലേ, ഞാൻ നിന്നെ എന്തോരോ അടി സ്നേഹിച്ചേ, എന്നിട്ട് നീ എന്നെ ചതിക്കുകയാണോടി? ഓലി, നീ എപ്പോഴാണ് ഇതൊക്കെ ഒപ്പിച്ചേ? നീ ഇന്നേ വരെ ഒരുത്തരെ പോലും നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോടി. ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് നിങ്ങളൊന്നും വിശ്വാസമില്ല. ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് പോവാണ്. ഓള് പറയട്ടെ എന്നോട് നിങ്ങളാ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അപ്പോഴേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അതുവരെ ഞാൻ നിങ്ങളൊന്നും വിശ്വസിക്കത്തില്ല. ഞാൻ പോണേണ്. എടാ ഞാനും ഉണ്ടടാ, എന്നെ കൂടെ കൊണ്ടുപോടാ. എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ കൈയും കാലൊക്കെ കുഴയുന്നു. എന്നാ വാ, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. നമുക്ക് എല്ലാവർക്കും സത്യം അറിയണ്ടേ? വാ പോവാം. ആ എത്തി, ഇറങ്ങ്. ആ വിളിക്ക്. നിനക്കെന്താ വിളിച്ച? നീ വിളിക്ക്. ഒന്ന് നിർത്തട്ടെ തീർക്കാം, ഞാൻ വിളിക്കാം. ഒലി, 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 ഒലിയ ഒന്ന് പോടെടുക്ക അവിടുന്ന്. ഓഷ് ഓഷ് ഓഷേ. ഒബ്സ മോളെ, ഡേ നിന്റെ ആൽബി വന്നേക്കുന്നടി, ഇങ്ങ് വാടി. ഡേ ഗമാരെ, ഇങ്ങനെ കിടന്ന് വായിട്ട് അയച്ചിട്ട് ഒരു കാര്യമില്ല. പോയി ആ കോളിംഗ് ബെല്ലടിക്കാം. ബാ. ദേ ബെല്ലടിക്കുന്നതിന് മുന്നേ വാതിലറിഞ്ഞേക്കുന്നു. അയ്യോ അവളുടെ തന്തപ്പിടി. തന്ത മാത്രല്ല, തള്ളിയുണ്ട്. നീയൊക്കെ എത്ര പിള്ളേരെ എന്തിനീ നേരത്തെ ഇവിടെ വന്നിട്ട് വായിട്ട് കളിക്കുന്നേ? നിങ്ങളുടെ മോളെന്തി? നിങ്ങളെ മോളെന്ന് ഇങ്ങോട്ട് വിളിച്ചേ. എന്റെ മോളെയാ? ഏത് മോളെ? ഓഹോ, അപ്പൊ ഇങ്ങക്ക് പോലും അറിയില്ലല്ലേ ഇങ്ങക്ക് അങ്ങനെ ഒരു മോളുടെ കാര്യോ? എടർക്ക, നീ ഇതെന്തൊക്കെയാണ്ടാ വിളിച്ചു പറയുന്നത്? എന്റെ പൊന്നു മനുഷ്യങ്ങൾ, ഇത് എന്ത് കിന്നാരം പറഞ്ഞുകൊടുക്കുകയാണ്? മതിയാക്കി പോലീസിനെ വിളിച്ചിട്ട് ഈറ്റിങ്ങളൊക്കെ കൊടുന്ന് കൊണ്ടാൻ പറയും. കുറെ നേരം ഇവിടെ കിടന്ന് കള്ളും കുടിച്ച് ഫ്രഷ് ഉണ്ടാക്കുന്നു. എന്റെ പൊന്നമ്മച്ചി, നിങ്ങൾ ഇങ്ങനെ കിടന്ന് പ്രഷർ കൂട്ടാണ്ട് നിങ്ങളെ മോളെ ആദ്യം ഇങ്ങോട്ട് വിളിച്ചാണി. എന്നിട്ട് ഓളോട് ചോദിക്കുക എന്താ കാര്യം. എന്നിട്ട് നിങ്ങൾ പോലീസിനെ ആരെ വേണേലും വിളിച്ചോളി, ഒരു പ്രശ്നവും ഇല്ല. അമ്മച്ചി ആരുടെ അമ്മച്ചി? നീ ഏതട ഇറക്കതിന്? അല്ല നീയൊക്കെ പറഞ്ഞിട്ട് ഞാനിതിന്റെ എന്റെ മോളെ ഇങ്ങോട്ട് വിളിക്കണം? ഇങ്ങളെ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ഓജു ഓജു ഓച്ചലേ. എടാ നിർത്തടെടുക്ക, ഞങ്ങളിവിടെ മല പോലെ നീ കാണുന്നില്ലേ? എന്തെങ്കിലും ഞങ്ങളോട് പറയടാ, എന്നിട്ട് അവിടേക്ക് വിളിച്ചാർക്ക്. അത് ഇങ്ങളോട് വരേണ്ട കാര്യമല്ല. ഓള് വന്നാൽ ഇതിനൊരു തീരുമാനം ഓളൂ. ഓള് വരട്ടെ, ഓളെ വിളിക്ക്. അല്ല എന്താ എന്താ ഇവിടെ പ്രശ്നം? ആൽബി, നീ എന്താ ഇവിടെ? ആൽബി എടാ, നീ എന്തിനാ കിടന്ന് മോങ്ങുന്നേ? കാര്യം എന്നാന്ന് വെച്ചാ പറ. മോളെ,
ഇവരൊക്കെ പറയാ നീ എന്നെ ചതിച്ചു വന്ന്. ചതിക്കേ അത് ഞാനോ? എടി പെണ്ണെ, ഞാനിവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ നീ ഇരുന്ന് കിണിക്കുന്ന. പിന്നെ ഇതെല്ലാം കേട്ടിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഇത്രയും കാലം എന്നെ ചതിക്കുമായിരുന്നോ? ഇന്ന് ഓറഞ്ച് വാങ്ങി തരാത്തതിനാണോ നീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? ഞാനൊരുത്തനോട് ഉണ്ടെന്ന് പോലും എന്താടി നീ നോക്കാത്തേ? എടി മുത്ത, അങ്ങനൊന്നും പറയില്ലടി. നിനക്ക് ഓറഞ്ചല്ലേ വേണ്ടേ? അത് ഞാനിവിടെ എത്ര വേണമെങ്കിലും ലോറിക്ക് വന്ന് ഇറക്കിക്കോളാടി. എൻ്റെ കിഡ്നി വിൽക്കേണ്ടി വന്നാലും കുഴപ്പമില്ലടി, ഞാൻ ഇറക്കിക്കോളാടി. എന്നെ വേണ്ടെന്ന് മാത്രം പറയല്ലേ. ലവിടി. അപ്പൊ ഇത്രയും കാലം നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? അപ്പൊ നിനക്ക് എന്നെ വേണ്ട, അതുകൊണ്ടാണല്ലോ ഇന്ന് ഓറഞ്ച് പോലും എനിക്ക് മേടിച്ചു തരാഞ്ഞേ. ഓഷ്, എന്റെ ഓഷ്. അപ്പൊ ഇതാരാ? നീ കൂടുതലൊന്നും പറയണ്ടടാ പട്ടി, എനിക്കെല്ലാം മനസ്സിലായി. ഇനി എന്നോടൊന്നും പറഞ്ഞ് നീ വരണ്ട. പോ. അയ്യോ മോളെ, അങ്ങനൊന്നും പറയാതെ. നിനക്കറിയാലോ, നിനക്ക് അങ്ങനെയല്ല, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ലാന്ന്. അതുകൊണ്ട് നീ എന്നെ ഇട്ടേച്ചൊന്നും പോവല്ലേടി. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാടി മോളെ. മുത്തേ, ഒന്ന് ക്ഷമിയടി. ഡബിളാ? എടാ, അപ്പൊ നമ്മളാ? എന്താണ് ഇവിടെ? കുറെ നേരമായല്ലോ. മനുഷ്യനൊന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പോലും ഇവിടെ പറ്റില്ലേ? അതന്നെ ഇത്ര നേരം ഇപ്പൊ കൈ തന്നെ നോക്കിയിരുന്നു. ഇതൊന്നും കൈയുടെ ലക്ഷണം പോലും കാണുന്നില്ല. പിന്നെ നീ എന്തിവിടെ? ഞാൻ നിന്നെ ഉറക്കിയിട്ടില്ലടാ. ഞാൻ പോയി കിടക്കാൻ നിന്നേ, എന്നിട്ട് നീ എന്ത് ഇവിടെ കാണിക്കുന്നേ? അത് പിന്നെ ഞാൻ. അതാ നീയും ഉണ്ടോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞതാ, രാത്രിയുള്ള കോളിങ്ങോ എന്നെ കാണാൻ വരെ ഒന്നും പറ്റില്ല. എനിക്ക് കിടന്നുറങ്ങണം. മോളെയോലേ, അത് ഞാൻ ചുമ്മാ ഇതുവഴി പോയപ്പോ. അതില്ലേ, ഇവന്മാർ മൂന്നും എൻ്റെ അനിയന്മാരാ. അപ്പോൾ ഇന്ന് ഇങ്ങനെ അപ്രതീക്ഷിതമായി ഫോട്ടോ കണ്ടപ്പോൾ അത് നാലും ഒരാളാന്ന് തോന്നിയപ്പോൾ, അപ്പോൾ അറിയാണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ, അപ്പോൾ അറിയാണ്ടൊന്ന് വിളിച്ചപ്പോൾ, അപ്പോൾ അറിയാണ്ടൊന്ന് കണ്ടപ്പോൾ. അയ്യോ ഇനി മോളെ, നീ അങ്ങനൊന്നും പറയാതെ. അപ്പൊ നീ എന്നെ സംശയിച്ചു വന്നതാണല്ലേ? അയ്യോ അജു, ഞാൻ മനസ്സാ വാച കർണാടക അറിഞ്ഞ കാര്യമില്ല. ഇവന്മാര് വിളിച്ചപ്പോ കൂടെ വന്നേ ഉള്ളൂ, അല്ലാതെ എനിക്കൊന്നും അറിയില്ലടി. നീ ഇനി കൂടുതലൊന്നും പറയണ്ട പട്ടി. മോളെ ഒബ്സ, നീ എന്താടി ഈ കാര്യം ആദ്യമേ പറയാഞ്ഞേ? അത് നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എങ്ങനെയുണ്ട്? ആണോ? നന്നായിട്ടുണ്ട്. അതെ അങ്കിളെ, ഇതുപോലെ ഇനിയും വരാനുണ്ടോ അതോ കഴിഞ്ഞ? അതെ, ഒരു 2 മിനിറ്റ് എനിക്ക് തന്നേക്കണേ. വേറെ ഒന്നിനല്ല, ഈ കഥ മനസ്സിലാവാതെ കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയാണ്. പിന്നെ ഞാൻ ആരാണെന്നാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഓതർ, എഡിറ്റർ, എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറൊന്നുമല്ല പറഞ്ഞു വന്നേ. നമ്മളെ ഗബ്രിയേൽ മേരി ദമ്പതികൾക്ക് ഒറ്റ പ്രസവത്തിന് 4 പിള്ളേരുണ്ടായി. അതായത് നമ്മളെ ഗബ്രിയേൽ പപ്പയുടെ കഴിവിൻ്റെ അങ്ങേര് പ്രയത്നിച്ചതുകൊണ്ട് തന്നെ ഒറ്റ പ്രസവത്തിൽ മേരി മമ്മിക്ക് ഉണ്ടായവരാണ് ഒലിവിയ, ഓഷൻ, ഒബ്സ ആൻഡ് ഓച്ചർ. മനസ്സിലായല്ലോ അല്ലേ? ഇവരുടെ ലൈഫിൽ ചെറുപ്പം തൊട്ട് സംഭവിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ സങ്കടമാവട്ടെ, സന്തോഷമാവട്ടെ, എന്തെങ്കിലും ഗിഫ്റ്റ് ആവട്ടെ, എന്ത് തന്നെ ആയാലും അത് ഓപ്പോസിറ്റുള്ള ആൾക്കും, അതായത് ബാക്കി 3 പേർക്കും അതേപോലെ കിട്ടിയിരിക്കും. അത് തന്നെയാണ് നമ്മുടെ കഥയിലും സംഭവിച്ചത്. ഒരാൾക്ക് ലൈൻ സെറ്റായപ്പോൾ ബാക്കി 3 പേർക്കും ലൈൻ സെറ്റായി. ഓക്കെ, ഇനി ബാക്കി എന്താ നടക്കുന്നതെന്ന് നമുക്ക് കഥയിലൂടെ പോയി ഒളിഞ്ഞു നോക്കിയാൽ പോരെ? അതൊക്കെ മതി, ബാബാ പോവാം.
വിളിക്കുന്നുണ്ടോ? അല്ല പിന്നെ കുറെ നേരം ഇതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. ഇതാ നിർത്തടാ, എന്താണ് ഇവിടെ നടക്കുന്നേ? ഡി പിള്ളേരുമാരെ ഇങ്ങോട്ട് മാറി നിന്നേ. അല്ല, ഇവിടെ 2 മനുഷ്യജന്മങ്ങൾ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അങ്ങ് മറന്നാ? അല്ല, കിടന്ന് അർമാദിക്കാണ്. ഇത്ര നേരം ചലച്ചാണ്ടിരിക്കുന്നല്ലോ, ഇപ്പൊ ഇട്ടിന്റെയും മുണ്ടാട്ടൊക്കെ മുട്ടിയാ? എടർക്കന്മാർ നിങ്ങൾ വീടും കൂടിയൊക്കെ എവിടെയാണ്? ജോലി എന്താണ്? അല്ല ഇനി അതൊക്കെ ഉണ്ടാ? എന്താ എന്താന്ന്? ഇത്രയും കാലം നീയൊക്കെ എന്നെ ചതിക്കായിരുന്നല്ലേ? തലയിൽ വെച്ച തല തല്ലി പൊട്ടിക്കും, താഴെ വെച്ച കാല് വരി നിലത്തടിക്കുന്നു വിചാരിച്ചിട്ട് ഇത്രയും കാലം 1 മീറ്റർ അകലെ വെച്ച് നിന്നൊക്കെ വളർത്തിയതല്ലേടി ഞാൻ. എന്നിട്ട് ഇപ്പൊ നിങ്ങളൊക്കെ ഞങ്ങളെ 2 ചതിക്കായിരുന്നല്ലേ? പിന്നെ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളടുത്തുനിന്ന് മറച്ചു പിന്നെ ചതിയല്ലേ? പിന്നെ എന്തിനാ അപ്പ ഇത്രയും കാലം ഞങ്ങളെ അപ്പന്റെ പിന്നെ നടന്നിരുന്നേ? ഈ കാര്യം പറയാനായിരുന്നു. എന്നിട്ട് എന്ത് പറയാഞ്ഞേ? അത് പിന്നെ അപ്പ ബിസി ആയിരുന്നില്ലേ? എന്തോന്ന് ഇങ്ങനെ ബിസിയോ? അതെ മമ്മി, ഞങ്ങൾ എത്ര ദിവസമായിരുന്നറിയോ പപ്പയുടെ പിന്നാലെ ഈ കാര്യം പറയാൻ വേണ്ടി നടക്കുന്നു. പപ്പ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ പപ്പേനും മമ്മീനെ ഒപ്പം ഇരുത്തിട്ട് കാര്യം പറയാലോ എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഈ പപ്പ ഏത് നേരത്ത് ബിസിയാ മമ്മി. ഉഷേന്റിയില്ലേ, ഉഷേന്റീനെ വിളിച്ചിരിക്കില്ല പപ്പയുടെ പണി. മനുഷ്യ, നിങ്ങളായിട്ടുള്ളോട്ട് വരുന്നോ അതോ ഞാൻ ഇവിടുന്ന് തുടങ്ങണോ? എന്റെ പൊന്നുമോള്, നീ ഇത് എന്തൊക്കെയാ പറയണേ? എടി അങ്ങനൊന്നല്ലേടി, അവളെ എന്തൊക്കെയോ ഡൗട്ട് വയ്ക്കാൻ വേണ്ടി എന്നെ വിളിച്ചതായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഇവൾമാര് പറയണൊന്ന് വിശ്വസിക്കില്ലേടി? മനുഷ്യ, നിങ്ങൾ കൂടുതൽ കിടന്ന് മെഴുകണമെന്നില്ല. നിങ്ങളുടെ സ്വഭാവം നന്നായിട്ട് എനിക്ക് അറിയാം. നിങ്ങളുടെ പുഷ്പികൾ സ്വഭാവം ഏറ്റവും കൂടുതൽ കണ്ടവളാ ഞാൻ. മധ്യാഹ്നത്തെ റൂമിന്റെ ഉള്ളിലേക്ക് വന്നോ? മോളെ ഓജലെ, നിന്റെ പപ്പനെ പോയിട്ട് ഹെൽപ്പ് ചെയ്യണ്ട നമുക്ക്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കഴിഞ്ഞെന്നാ തോന്നുന്നേ. എന്റെ പിള്ളേരെ, നിങ്ങൾക്ക് നിങ്ങളെ തന്തേനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പടുത്തോണ്ടേക്കണം. എങ്ങോട്ടേക്ക്? ഹോസ്പിറ്റലിലേക്ക്. വേറെ എങ്ങോട്ടാ? അയ്യോ, ആ വണ്ണാർക്കാട്ടിന്റെ തല തല്ലിപ്പൊടിച്ചേ. എന്താ അത് പപ്പ, ഞങ്ങളെ കാര്യത്തെ പറ്റി സംസാരിക്കാൻ. ഓക്കെ, എന്നാലേ നിങ്ങൾ 4 പുറത്തേക്ക് എനിക്ക് ഇവന്മാരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? നിന്നോടൊന്നല്ല എനിക്ക് സംസാരിക്കില്ല, ഇറങ്ങി പോടി ഇവിടുന്ന്. മക്കളെ, നിങ്ങളിതൊക്കെ ആലോചിച്ചും കണ്ടിട്ട് തന്നെയാണ് ഈ തീരുമാനമൊക്കെ എടുത്തേക്കുന്നത്? അതെ അങ്ങളെ, ഞങ്ങൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് തന്നൂടെ അവരെ, പൊന്നുപോലെ നോക്കിക്കോളാം. പൊന്നാ വലിയ എന്തുപോലെയും നോക്ക്. അതൊന്നല്ല മക്കളെ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കുക. നിങ്ങളിത് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണോ? അതെ അങ്ങളെ, അവളില്ലാതൊരു ജീവിതം എന്നെ കൊണ്ട് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അവളെൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലവ് ആണ് അങ്ങളെ. വരാനുള്ളത് വഴി തങ്ങൂല. അത് പ്ലെയിൻ വിളിച്ചായാലും നിങ്ങളടുത്ത് തന്നെ എത്തിക്കോളും. അങ്കിളെ, അങ്കിളിന് അവരെ ഞങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ബുദ്ധിമുട്ടാ ഇക്ക? അതോ എന്തിന് അവരെ നിങ്ങൾക്ക് തരാനാ? എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്റെ പോലെ വേറെ നല്ലതും കൂടെ ആവുമല്ലോ. അങ്കിളെ, അങ്ങോട്ട് മനസ്സിലായില്ല. ഒന്നുമില്ലടാ മോനെ, നീ ഇന്ന് കണ്ടതല്ലേ അവളുടെ അമ്മയുടെ സ്വഭാവം? അതേ സ്വഭാവമുള്ള 4 എണ്ണമാണ് ആ നിരന്ന് നിൽക്കുന്നത് ഹോസ്പിറ്റലിന്റെ ഈ റൂമിന്റെ പുറത്ത്. മനസ്സിലായ? അതാ ഞാൻ പറഞ്ഞേ. എന്തായാലും ഇപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. എന്നാലും കല്യാണം കഴിയട്ടെ, അപ്പോൾ വിശദമായി മനസ്സിലായിക്കോളും കേട്ടാ. അതിനെന്നുണ്ടായതിന് അങ്കിളിൻ്റെ ഭാഗത്തും തെറ്റില്ലേ? എടാ മോനെ, ഞാൻ കേട്ട് കേട്ടാ. നിങ്ങൾക്ക് എന്തായാലും എൻ്റെ പിള്ളേരെ കെട്ടിച്ചേരും ഞാൻ. നിങ്ങൾ അനുഭവിക്കണം. മതി, ചെല്ല്. മക്കളെ, നിങ്ങൾ ഈ വരി ഇട്ടിട്ടുണ്ട? മാംഗല്യം തന്തു നന്ന, പിന്നെ ജീവിതം തും തന്ന.